ഹായ്, ഇനി സാരി പ്രീ പ്ലേറ്റിങ്ങിൻ്റെ വീഡിയോ ആണ്. ആദ്യം നമ്മൾ അയൺ ബോക്സിൽ വെള്ളം ഒഴിച്ചിട്ട് സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ ആവശ്യമായിട്ടുള്ള സേഫ്റ്റി പിൻസും റെഡിയാക്കുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ ബോഡിയിലെടുത്ത മെഷർമെൻറ്റ് പ്രകാരം നമ്മൾ സാരിയിൽ പിൻ ചെയ്ത് വെക്കുകയാണ്. ആദ്യം പല്ലു പ്ലേറ്റ് എടുക്കണം. പിന്നെ സെൻട്രൽ പ്ലേറ്റ്സിൻ്റെ സ്റ്റാർട്ടിങ്ങും സെൻട്രൽ പ്ലേറ്റ്സിൻ്റെ എൻഡിങ്ങും ആണ് നമ്മൾ പോയിൻ്റ് ചെയ്യുന്നത്. പല്ലു പ്ലീറ്റ്സ് എടുക്കാൻ തുടങ്ങി. നമ്മളൊരു 4 ഇഞ്ച് 3.5 ഇഞ്ച് വലിപ്പത്തിലാണ് ലാസ്റ്റ് പ്ലീറ്റ് സെറ്റ് ചെയ്യുന്നത്. എല്ലാം ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണെങ്കിലാണ് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഓരോ സെക്ഷനായിട്ടാണ് നമ്മൾ ഇതേപോലെ എടുക്കുന്നത്. ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോ പ്ലീറ്റ് എടുത്താലും കൈ വെച്ചിട്ട് നന്നായി പ്രസ് ചെയ്യുക, അറേഞ്ച് ചെയ്യുക, ദെൻ അയൺ ചെയ്യുക. ഞാൻ അടുത്ത സെറ്റ് എടുക്കാൻ പോവുകയാണ്. അതും ഇതുപോലെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. പല്ലു പ്ലീറ്റ്സ് എപ്പോഴും പെർഫെക്റ്റ് പ്ലീറ്റ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് മൊത്തത്തിൽ ഒരു അയണിങ് കൊടുക്കുന്നുണ്ട് പല്ലു പ്ലീറ്റ്സ് കംപ്ലീറ്റ് എടുത്തതിന് ശേഷം. അടുത്തത് ഷോൾഡർ പിന്നാണ്. ഷോൾഡർ പിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഓരോ പ്ലീറ്റ് 1 by 1 ആയിട്ട് എടുത്തിട്ട് ഇതേപോലെ കൈ വെച്ചിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെല്ലാം ഒരുമിച്ചല്ല, ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ചെസ്റ്റ് പ്ലീറ്റ് എടുക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇത് നമ്മൾ ഇൻവിസിബിൾ ആയിട്ട് തന്നെ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് സാരി പ്ലീറ്റ് എടുത്തതിന് ബാക്കിലാണ് പിൻ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചെസ്റ്റ് പ്ലീറ്റ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ചെസ്റ്റ് പ്ലീറ്റിൻ്റെ വിഡ്ത്ത് ആദ്യം മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഓരോ പ്ലീറ്റ്സും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പൊങ്ങിയിരിക്കുന്നതൊക്കെ നമ്മൾ അയൺ ചെയ്യുമ്പോൾ ഫ്ലാറ്റ് ആയിട്ട് മാറും. ചെസ്റ്റ് പ്ലീറ്റ് കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് ബെല്ലി പ്ലീറ്റ്സ് ആണ്. ബെല്ലി പ്ലീറ്റ്സും ഇതുപോലെ നമ്മൾ മെഷർമെൻറ്റ് വെച്ചിട്ട് തന്നെയാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സെൻട്രൽ പ്ലേറ്റ്സ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ബെല്ലി പ്ലേറ്റ്സ് കഴിഞ്ഞ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റിൽ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഒരു പ്ലേറ്റിന് 4 ഇഞ്ച് വെച്ചിട്ടാണ് എടുക്കുന്നത്. ചെറിയ ചെറിയ പ്ലേറ്റ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പ്ലേറ്റ്സ് കിട്ടും. പ്ലേറ്റ്സ് എടുത്തതിന് ശേഷം അത് മുകളിൽ തന്നെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട്. ദെൻ ഇൻവിസിബിളായിട്ടോ വിസിബിളായിട്ടോ നമ്മൾ പിൻ ചെയ്ത് വെക്കുക. അത് നമ്മൾ സാരി ഉള്ളിൽ പോകുന്ന പോർഷനാണ്, അപ്പോൾ എങ്ങനെ വേണമെങ്കിലും പിൻ ചെയ്യാം. എന്നിട്ട് നമ്മൾ താഴത്തേക്ക് ഓരോ പ്ലേറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഇത് ഫ്ലഫി പ്ലേറ്റ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. ഈ സാരിയിൽ ഫ്ലഫി കിട്ടില്ലെങ്കിലും നമ്മളൊരു ഫ്ലഫി ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഓരോ പ്ലേറ്റിൻ്റെ ഇടയിൽ നമുക്ക് ഇതേപോലെ പിന്ന് വെച്ച് സെക്യൂർ ചെയ്യാം. അല്ലാച്ചെങ്കിൽ നമുക്ക് ടാഗ് തന്നെ വെച്ചിട്ട് ടാഗ് ചെയ്ത് കൊടുക്കാം. ഫ്ലഫിയുടെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കേളിംഗ് മെഷീൻ വെച്ചിട്ട് ഹീറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി പൊങ്ങിയിരിക്കും. അതിനുശേഷം സാരി ഫോൾഡ് ചെയ്യാണ്. സാരി തിരിച്ചിട്ടിട്ട് അതിൻ്റെ പ്ലീറ്റ്സൊക്കെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്ലീറ്റ്സൊക്കെ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫോൾഡ് ചെയ്യാൻ പോകുമ്പോൾ ആ പ്ലീറ്റ്സ് എങ്ങനെയാണോ അറേഞ്ച് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുക. എന്നിട്ട് നമ്മൾ സാരിയുടെ ഫസ്റ്റ് പോർഷനാണ് ആദ്യം മടക്കി കൊടുക്കുന്നത്. ഈ ഫസ്റ്റ് പോർഷനാണ് നമ്മൾ ബോക്സിൻ്റെ സൈസ് വരുന്നത്. നമ്മൾ 30 to 12 ഇഞ്ചൊക്കെ നമുക്ക് എടുക്കാം. ഇഷ്ടമുള്ള ബോക്സ് നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മുടെ പ്ലീറ്റ് എത്രത്തോളം സ്പ്രെഡ് ചെയ്തു അതിൻ്റെ വിഡ്ത്ത് അനുസരിച്ചിരിക്കും നമ്മൾ ബോക്സ് സെറ്റ് ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം.
നമ്മൾ സാരി കവറിൻ്റെ സൈസ് അനുസരിച്ചിട്ട് നിങ്ങൾ ബോക്സ് സെറ്റ് ചെയ്യാം. അത് നമുക്ക് ഏത് സൈഡിൽ വേണമെങ്കിലും ഇതേപോലെ ചെസ്റ്റ് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്ലാറ്റ് പ്ലീറ്റ്സും ഫ്ലഫി പ്ലീറ്റ്സും നമ്മൾ ബോക്സ് ഫോൾഡ് ചെയ്യുന്നത് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടാണ്. അപ്പം നമ്മൾ ചെസ്റ്റ് പ്ലീറ്റ് ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കുന്നുണ്ട് ഒരു പിന്ന് വെച്ചിട്ട്. നമ്മൾ ബോക്സ് കംപ്ലീറ്റ് ആയി. ഇനി പല്ലു പ്ലീറ്റ്സ് ഒക്കെ നമ്മൾ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഫ്ലഫി പ്ലീറ്റ്സിൻ്റെ ബോക്സ് ഫോൾഡിങ്. ഇനി സാരി പാക്കിങ് എങ്ങനെയെന്ന് നോക്കാം. സാരി കവറിൽ സാരി ഇറക്കി വെക്കുന്നുണ്ട്. പ്ലീറ്റ്സ് ഒക്കെ ഒന്ന് അൺഈവൺ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് നമ്മളെ സാരി ഡ്രേപ്പിംഗ് കിറ്റും കൊടുക്കുന്നുണ്ട്. ഈ കവറിൽ വെച്ച് കഴിഞ്ഞാൽ സാരി സെറ്റായിട്ട് ഇരുന്നോളും. അടുത്തത് സ്റ്റിക്കറാണ്. സ്റ്റിക്കറും വെച്ച് കൊടുത്തു. ഫ്ലഫി പ്ലീസിൻ്റെ സാരി ബോക്സ് ഫോൾഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.